കറകളഞ്ഞ സ്നേഹത്തിന്റെ, വിശ്വസ്തതയുടെ മാതൃകയായ സ്ത്രീരത്നം. ദാവീദിന്റെ പിതാവ് ജെസയുടെ പിതാവായ ഓബദിന്റെ അമ്മ. അവൾ യഹൂദ വംശജ അല്ലായിരുന്നുവെങ്കിലും ഇസ്രായേൽക്കാരനായ ഭർത്താവ് മരിച്ചപ്പോഴും അവൾ തന്റെ ഭർത്താവിന്റെ ദൈവത്തോടും അമ്മാവിയമ്മയായ നവോമിയോടും വിശ്വസ്തത പുലർത്തി. നവോമിയോടൊപ്പം യെരുശലേമിലെത്തിയ റൂത്തിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഈ കഥയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്: ദുരന്തം, സ്നേഹം, ധൈര്യം. ഇസ്രായേൽ വളരെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന സമയം. ആഹാരമില്ല, ആർക്കും ദൈവത്തെ ഓർക്കാൻ കഴിയുന്നില്ല. എന്തിന് രൂത്തെന്നാണോ? വളരെ അലങ്കോലമായി കിടക്കുന്ന ജീവിതത്തെ ചിലപ്പോൾ ദൈവം എങ്ങനെ മനോഹരമാക്കി എടുത്തുവെന്ന് നമുക്ക് രൂത്തിന്റെ കഥയിലൂടെ മനസ്സിലായേക്കാം. നമ്മളിപ്പോ പറയുന്നത് പഴന്തുണിയെ മേത്തരമാക്കിയ, കാട്ടൊലിവിനെ നാട്ടൊലിവാക്കിയ, നിരാശയെ ഒരു ജനതയുടെ തന്നെ മാറ്റത്തിന്റെ പാരമ്പര്യമാക്കിയ. നിങ്ങൾ തയ്യാറാണോ ആ വിദേശി വേദപുസ്തകത്തിൽ ഒരു മൂല സ്വത്തായി മാറിയത് കാണാൻ? ഇതാ നിങ്ങൾക്ക് മുമ്പിൽ USPC സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു റൂത്ത്. നവോമി, എന്താ നവോമി, നീ എന്തെങ്കിലും അറിയുന്നുണ്ടോ? നമ്മുടെ വയലിലെ വിളവൊക്കെയും തീർന്നു, നമ്മുടെ ആഹാര സാധനങ്ങളൊക്കെയും കഴിയാറായി. നമ്മളിനി ഇവിടെ നിന്നാൽ ചത്തുപോകത്തേ ഉള്ളൂ. നമുക്ക് വേഗം എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാം. പക്ഷേ നമ്മൾ എങ്ങോട്ട് പോകാൻ ചായ? മോവാബിൽ വളരെയധികം ആഹാര സാധനങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടു. നമുക്ക് അങ്ങോട്ട് പോയാലോ? അതേടി നവോമി, നീ എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് തയ്യാറാക്കി വെക്കും. നമ്മുടെ മക്കളോടും പറയാം, നാളെ രാവിലെ തന്നെ നമുക്ക് മോവാബിലേക്ക് പോകാം. ശരി ചായ. മക്കളെ ഇങ്ങോട്ട് വന്നേ. എന്തോ അമ്മയൊക്കെ നീട്ടി വിളിക്കുന്നേ. മക്കളെ, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാം. അവൻ്റെ അപ്പൻ പറഞ്ഞു നാളെ രാവിലെ നമ്മൾ മോവാബിലേക്ക് പോവുകയാണ്. മോവാബിലോട്ടോ? അവിടെയാണെങ്കിൽ ഞങ്ങളെ അറിയാവുന്ന ആരും ഇല്ലല്ലോ അമ്മേ. ഇവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ കളിക്കാനായിട്ട്. അത് സാരമില്ല മോനെ, അവിടെ ചെന്ന് നിനക്ക് പുതിയ കൂട്ടുകാരെ കിട്ടുമല്ലോ. ഞാനൊന്ന് ഡൈനായും കൂടെ എടുത്തോട്ടെ അമ്മേ. അതിനെല്ലാം മോനെ ഇനി എടുക്കും. അങ്ങനെ എലീമേലെക്കും കുടുംബവും മോവാബിന്റെ പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു പോയി. അവർ മോവാബിലായിരിക്കെ എലീമേലേക്ക് മരിച്ചു. നവോമി തന്റെ 2 മക്കൾ മാത്രമാണ്. മക്കളെ, നിങ്ങളുടെ അപ്പനും മരിച്ചു, അമ്മയ്ക്കും പ്രായമായി. നിങ്ങളുടെ 2 പേരുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം. ഞാൻ അമ്മയോട് ഇത് പറയാനിരിക്കുമായിരുന്നു. കടയിൽ പോകുന്ന വഴിക്ക് ഞാൻ ഇപ്പോൾ 2 പെമ്പിളാരെ കാണാറുണ്ട്. അവരമ്മയ്ക്ക് പറ്റിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ റൂത്തും ഓർപ്പയും. റൂത്തിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് വളരെ നല്ല കാര്യമാണല്ലോ മക്കളെ. ഒട്ടും സമയം കളയുന്നില്ല. നാളെ തന്നെ അമ്മ പോയി ആ പെൺമക്കളുടെ വീട്ടിൽ പോയി സംസാരിച്ച് കല്യാണം ഉറപ്പിക്കണം. നിങ്ങളുടെ കല്യാണം എത്രയും ഗംഭീരമായി നടത്തണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം. അമ്മേ, അമ്മേ, ഈ അമ്മയോട് പോയി. അമ്മേ, ഞാനിവിടെ ഉണ്ട് മോളെ. ആ അമ്മ ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്ത് പറ്റി അമ്മേ? വാ എണീക്ക്. അമ്മേ, അമ്മേ, അമ്മ എവിടെ ആയിരുന്നോ? ഞാൻ അമ്മ എവിടെ നിന്ന് നോക്കി. ഞാൻ അങ്ങ് പേടിച്ചു പോയി. അമ്മ സഹായം ചോദിക്കുമായിരുന്നു മോളെ. സഹായോ? അതിവിടെ ആരും കാണുന്നില്ലല്ലോ. അമ്മ അമ്മയുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മേ, പ്രാർത്ഥിക്കയോ? പ്രാർത്ഥനയും കൊണ്ട് എങ്ങനെ സഹായം കിട്ടാനാ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അമ്മയുടെ ദൈവം സഹായിക്കാറുണ്ട്. ശരിക്കും? അതെ മോളെ, ഓർപ്പേ. ശരിക്കും?
അതെ മോളെ. അങ്ങനെയെങ്കിൽ അമ്മയുടെ ദൈവമേ, നീ ആരാണെങ്കിലും ശരി, എനിക്കൊരു നല്ല ചെറുവൻ പയ്യനെ തന്നെ. കാശുകാരനോ പണക്കാരനോ അങ്ങനെ ഒന്നും ആവണമെന്നില്ല. പക്ഷെ ഒരു 10-500 ആടും കോഴിയും ഒരു 10-100 പശുവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 3 നേരം ആഹാരം കഴിച്ചു പോയിരുന്നു. എന്തൊക്കെയാ ഓർപ്പേ നീ പറയുന്നത്? അയ്യോ ശരി അമ്മേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സാരമില്ല മോളെ, എനിക്കെല്ലാം മനസ്സിലാകും. അത് കുഴപ്പമില്ല ഓർപ്പേ. അമ്മയുടെ ദൈവം നമ്മളെ സഹായിക്കുന്നു. അതെ മോളെ ഓർപ്പേ. ആവോ, എനിക്കിതൊന്നും മനസ്സിലാവണില്ല. മക്കളെ, ഞാന് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എന്ത് പറയുന്നു? അത് ശരിയാ, അത് നല്ലൊരു ഐഡിയ. നമുക്ക് തിരിച്ചു പോവാം. നമ്മുടെ ബന്ധുക്കാരൊക്കെ എങ്ങനെയാ? ഒന്നും അറിയില്ല, കുറച്ചു നാളായില്ലേ മക്കളെ. നമ്മുടെ ബന്ധുക്കാർക്ക് ആടും പശുവൊക്കെ ഉണ്ടോ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഓർപ്പേ? നിന്റെ ഒരു ആടും പശുവും. മോളെ, ഓർപ്പ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി പോകണം. മടങ്ങി പോവാനോ? അമ്മ തനിച്ചാക്കിട്ടോ? ഇല്ല ഇല്ല, അതൊന്നും നടക്കില്ല. മോളെ ഓർപ്പേ, അമ്മ വയസ്സും പ്രായവും ഒക്കെ ആയി. നീ ചെറുപ്പമല്ലേ, നിനക്കൊരു ജീവിതമുണ്ട്. നീ നിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോ. നിന്റെ വീട്ടുകാർ നിനക്കൊരു പയ്യനെ ആലോചിച്ചു തരും. എൻ്റെ കൂടെ വന്ന് നിനക്ക് ഈ ജീവിതം കളയണോ മോളെ? എന്നാലും അമ്മ തനിച്ചാവില്ലേ? അമ്മനെ ആര് നോക്കും? അമ്മയെ ദൈവം നോക്കിക്കോളും മോളെ. അമ്മയുടെ ഇഷ്ടം പോലെ. പോയിട്ട് വരും. ഓർപ്പേ, രൂത്തേ, ഓർപ്പ പോയത് കണ്ടില്ലേ? നീയും വേഗം പോയി റെഡിയാക്. സന്ധ്യയ്ക്ക് മുമ്പ് നീയും നിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകൂ. ഇല്ലേ അമ്മേ, എനിക്ക് അമ്മയുടെ കൂടെ വരണം. മോളെ, നീ നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. അമ്മയാണ് എന്റെ കുടുംബം. അമ്മ എവിടെ പോകുന്നോ അവിടെ ഞാനും വരും. അമ്മയുടെ ജനം എന്റെ ജനം. അമ്മ എവിടെ പാർക്കുന്നു അവിടെ ഞാനും പാർക്കും. അമ്മയുടെ ദൈവം എന്റെയും ദൈവം. അമ്മ എവിടെ മരിക്കുന്നു അവിടെ ഞാനും മരിച്ചു. മടങ്ങി പോവാനും വിട്ടുപിരിയാനും മാത്രം അമ്മ പറയും. ഉറച്ചിരിക്കുന്നുവെന്ന് നവോമി കണ്ടപ്പോൾ അവളോട് സംസാരം നടന്നു. അങ്ങനെ രണ്ടുപേരും ബെത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. അമ്മേ, ഞാൻ കള കുറുക്കാൻ പോയിട്ട് വരാം. ആരെങ്കിലും നമ്മളോട് ദയ തോന്നി നമ്മളെ അനുവദിച്ചാൽ. സാരമില്ല അമ്മേ, ഞാൻ തനിയെ പോയി വരാം. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, അമ്മ വിശ്രമിച്ചോളൂ. നാട്ടുമോളെ, ദൈവത്തിന് സ്തോത്രം. ഇത്തവണ വളരെ നന്നായിട്ട് പോകുന്ന ഏമാനെ. ദൈവത്തിന് സ്തോത്രം. പന്ത് കളിക്കാനോ? ഞാൻ ഭാര്യയോട് ചോദിച്ചു നോക്കട്ടെ. പന്ത് കളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏമാനെ വീട്ടിലെ ഭാര്യ മക്കളും സ്വൈര്യം തരത്തില്ല. നോക്കിട്ടു പിന്നെ കാണാം. നിങ്ങളെല്ലാം ഭയങ്കര പണിയാന്ന് തോന്നല്ലോ. എടോ, നമുക്കുണ്ടല്ലോ പന്ത് കളിക്കാൻ പോയാലോ? 5 മണിക്ക് കളിക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ട്. 5 മണിക്കോ? ആ, ഇപ്പൊ എത്ര സമയമായി? ഇപ്പം 4:45. ഞാൻ നോക്കട്ടെ, കാര്യമെല്ലാം നോക്കാം. നിനക്കത് പറ്റും. ഞാൻ നോക്കാം, ഞാൻ നോക്കിയിട്ട് പറയാം. എടാ, ഇനി വന്നേ. ആ ഇരിക്കുന്ന പെണ്ണ് ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആയിരിക്കുന്നതോ? ആ. അത് നയോമിയുടെ കൂടെ വന്ന മൂവാബി പെണ്ണ്. ആണോ? അവള് വന്ന് ചോദിച്ചു, ഞാൻ ഇച്ചിരി ജോലി ചെയ്തോട്ടെ, വെറുതെ ജോലി ചെയ്ത് തരാം. വളരെ കഷ്ടപ്പാടാണെന്ന് തോന്നുന്നു, ഒന്നും വിശ്രമിക്കുന്ന കഴിയില്ല. വളരെ കഷ്ടപ്പാടാണെന്ന് തോന്നുന്നു. നമുക്ക് വെറുതെ ആളെ കിട്ടുകയല്ലേ? ഞാൻ പറഞ്ഞു ചെയ്തോളാനും പറഞ്ഞു. അത് കുഴപ്പമില്ല. എന്തായാലും എന്റെ വയലിൽ വന്നല്ലേ, ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം. സംസാരിച്ചിട്ട് നോക്കാം.
എഫ്രോൻ? നീ ഇനി എങ്ങും പോകണ്ട, എന്നും ഇവിടെ വന്ന് കച്ച പിറക്കിക്കോളൂ. ഞാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞേക്കാം, നീ വളരെ സുരക്ഷിതയായിരിക്കും ഇവിടെ. അയ്യോ, വളരെ നന്ദി യജമാനനെ. ഈ അന്യദേശക്കാരും അന്യയുമായ എന്നോട് ഇത്രയും കരുണ തോന്നിയല്ലോ. ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? നീയല്ലേ ചെയ്തത്. നീ ആരും കാണിക്കാത്ത മനസ്സല്ലേ കാണിച്ചത്. നീ നിന്റെ അമ്മായിമ്മയ്ക്ക് തണലായി നിന്നു. അതിലെ ഏറ്റവും വലിയ കാര്യം, നീ ചെയ്ത പ്രവൃത്തിക്ക് കർത്താവ് പകരം നൽകട്ടെ. അവനിൽ ആശ്രയിച്ചു വരുന്ന ആരെയും അവൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൂതിനോട് വളരെയധികം അനുസരണ കാണിച്ച് തന്റെ ബാല്യക്കാരനോട് ഉപദേശം കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രി നടന്നതൊക്കെ തന്റെ അമ്മായിയമ്മയോട് പറഞ്ഞു. യഹോവ അവനെ അനുഗ്രഹിക്കട്ടെ. മോളെ രൂത്തേ, നിനക്കൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കണ്ടേ? നിന്റെ ബാല്യക്കാരത്തികളോട് കരുണ കാണിച്ച നമ്മുടെ ആ യജമാനൻ ബോവസ് ഉണ്ടല്ലോ, അവൻ നമ്മുടെ ബന്ധു കൂടിയാ. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം പാറ്റുന്നുണ്ട്. അതുകൊണ്ട് നീ പോയി കുളിച്ച് വസ്ത്രം മാറി തൈലം പൂശി വേഗം കളത്തിലേക്ക് ചെല്ല്. അയാൾ തിന്ന് കുടിച്ച് കഴിയുന്നതും വരെ അയാൾ നിന്നെ കാണരുത്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അയാൾ കിടക്കുന്ന ഇടം നോക്കി കാലിലെ പുതപ്പ് മാറ്റി നീ അവിടെ ഇരുന്നു കൊള്ളുക. അയാൾ നിന്നോട് പറയും എന്ത് ചെയ്യണമെന്ന്. ശരി അമ്മ. ആരാണത്? എന്ത് പറയുന്നത്? അയ്യോ യജമാനനെ, ഇത് ഞാനാണ്, അങ്ങയുടെ ദാസിയായ അങ്ങയുടെ ആ പുതപ്പ് എൻ്റെ മേലും ഇടണമേ. അമ്മേൻ്റെ വീടെടുക്കുവാനല്ലേ? മകളെ, നീ ഭയപ്പെടേണ്ട. നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എന്നെക്കാളും അടുത്തൊരു വീണ്ടെടുപ്പുകാരൻ നിനക്കുണ്ട്. ഞാൻ നാളെ രാവിലെ അവനോട് പോയി എല്ലാം പറഞ്ഞ് തീരുമാനമാക്കി തരാം. ഇപ്പോൾ നീ സമാധാനമായി പോയി കിടന്നുറങ്ങാം. വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടത്. എടോ, അവിടെ നിന്നെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാറുണ്ട്. മൂപ്പന്മാരെ കൂടെ വിളിക്കാം. ഞാൻ പറയുന്നതൊക്കെ കേട്ട് നമുക്ക് ഒരുമിച്ച് തീരുമാനം എടുക്കാം. നിങ്ങളെല്ലാം വന്നല്ലോ. നമ്മുടെ എലിച്ചേട്ടനില്ലേ, നിങ്ങൾക്കെല്ലാം അറിയാതിരിക്കുമല്ലോ. എലിച്ചേട്ടന്റെ ഭാര്യ നവോമി, അവരുടെ മരുമകൾ റൂത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ വയൽ വിൽക്കാനുണ്ട്. നീയല്ലേ അവരുടെ അടുത്ത ബന്ധു, നിനക്കത് വാങ്ങിച്ചുകൂടെ? നല്ലൊരു ഏർപ്പാടുമായിട്ടാണല്ലോ ബോസ് രാവിലെ നീ വന്നിരിക്കുന്നത്. ചൂടുവിലക്ക് ഞാനത് എടുത്തോളാം. അത് നല്ല തീരുമാനമാണ്. പക്ഷേ നീ അതെല്ലാം വീണ്ടെടുക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരനില്ലേ മഹ്ലോൻ, അവന്റെ ഭാര്യ ഉണ്ട് റൂത്ത്, അവള് വിധവയല്ലേ? വസ്തു മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. വലിയ ഭാരമല്ല അവിടെ എടുത്ത് തലവെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ ഒറ്റടിയല്ലേ? നിങ്ങളെല്ലാം അങ്ങനെ തീരുമാനിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അന്നത്തെ ഇസ്രായേൽ സമ്പ്രദായം അനുസരിച്ച് ചെരുപ്പൂരി മറ്റവന് കൊടുത്ത് വീണ്ടെടുപ്പ് ബന്ധം ഉറപ്പിച്ചു. അപ്പോൾ ബോസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞു, ഏലിമേലെക്കിനുള്ളതൊക്കെയും ഗിലിയോനും മഹ്ലോനുള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികൾ. ഞങ്ങൾ ഇതിന് സാക്ഷികളാകും. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവയായ ദൈവം റാഹേലിനെ പോലെയും ലേയെ പോലെയും ആകട്ടെ. അവരിരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. എഫ്രാത്തിൽ നീ പ്രബലനും ബേത്ലഹേമിൽ നീ വിസ്തൃതനുമായിരിക്കും. യഹോവ നിനക്ക് നൽകുന്ന സന്തതിയിൽ നിന്റെ ഗ്രഹം താമാർ യഹൂദയ്ക്ക് ജനിച്ച ഫേരസിനെ പോലെ ആയിരിക്കട്ടെ. ഇങ്ങനെ ബോസ് രൂത്തിനെ പരിഗ്രഹിച്ചു. യഹോവ അവൾക്ക് ഗർഭം നൽകി അവളൊരു മകനെ പ്രസവിച്ചു. സ്ത്രീകൾ നന്നാകുന്നു. ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ ജനിച്ചിരിക്കുകയാണ്. യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇവന്റെ പേർ ഇസ്രായേലിൽ ഒക്കെയും വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ നിനക്ക് പോഷകനുമായിരിക്കും.
നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ പ്രിയപ്പെട്ടവരുമായ മരുമകളല്ലോ അവനെ പ്രസവിച്ചത്. യേശുക്രിസ്തുവിന്റെ വംശപാരമ്പര്യം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും കൂടെ മോവാബ്യക്കാരിയായ രൂത്തിന്റെ പേര് മശിഹ കർത്താവിന്റെ കുടുംബ ചരിത്രത്തിലെ ഒരു പദവിയായി നമുക്ക് കാണാൻ കഴിയും. രൂത്തിന്റെ പാരമ്പര്യം അവരുടെ ആയുസിന്റെ സംവത്സരങ്ങൾ ഓർക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് ആർക്കും വിലയിലാണ് കർത്താവിന്റെ ഉന്നത പദ്ധതിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചു. രൂത്തിന്റെ കണ്ണുകളുടെ ഉടഞ്ഞ പാത്രമായ ഉള്ളിൽ നിറഞ്ഞെടുത്ത് അവരുടെ മഹിമയെ ഗംഭീരമായ ഈ കഥ നമ്മെ ഇന്നും ഉണർത്തുന്നു. നാം എത്രയും നിഷ്കളങ്കതയോടെ വിശ്വസ്തയോടെ ദൈവത്തിൽ ഉറച്ചു നിന്നാൽ അവൻ നമ്മെ ഉയർത്തും. ഈ വിവാഹം കാവ്യാത്മകമായ ഒരു പ്രണയം മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ മഹത്തായ ഒരു ചിഹ്നം കൂടെയാണ്. അവരുടെ വിവാഹ ദിനം സന്തോഷവും ആഘോഷവും പ്രത്യാശയാൽ നിറഞ്ഞതുമായിരുന്നു. രൂത്തിന്റെ ആത്മാർത്ഥതയും ബോവസിന്റെ നീതിയും കണ്ടിരുന്ന ബെത്ലഹേമിലെ ജനങ്ങൾ ഈ ഐക്യം അനുഗ്രഹിക്കാൻ ഒരുമിച്ച് കൂടി. ഈ അനുഗ്രഹത്തിൽ മോവാബ്യക്കാരിയായ രൂത്ത് ഇപ്പോൾ ഇസ്രായേലിന്റെ പുത്രിയായും ദൈവം തിരഞ്ഞെടുത്തവരുടെ കുടുംബത്തിൽ അംഗീകരിക്കപ്പെടുന്നതും ദൈവത്തിന്റെ സ്നേഹമാണ്. ബോവസ് രൂത്ത് വിവാഹം ക്രിസ്തുവിനും അവന്റെ സഭയുമായുള്ള ആഴമേറിയ സുന്ദരമായ ഒരു ചിത്രം മാത്രമല്ല, അവൻ അവളെ വീണ്ടെടുത്തതുപോലെ ക്രിസ്തു നമ്മെ വീണ്ടെടുത്തുവെന്ന് പ്രബോധിപ്പിക്കുന്നു. ഈ ഐക്യം ദൈവത്തോടുള്ള ആഴത്തിലുള്ള ബന്ധം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ദൈവത്തിന്റെ സ്നേഹത്തെ ആകാംക്ഷയോടെ കണ്ടെത്താനും അതിനോടുള്ള നമ്മുടെ പ്രതികരണത്തെ സമർപ്പിക്കുവാനും ക്ഷണിക്കുന്നു. ഈ കഥ നമ്മെ ഉണർത്തുന്നു. ദൈവത്തിലേക്ക് വിശ്വസ്തരായി ദൈവത്തിന്റെ നന്മയിൽ ഉറച്ചു നിന്നാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ശാശ്വതമായ അനുഗ്രഹം വരുത്തും. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.